ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ രാവിലെ പാതിരാത്രി ചൈനയിലോട്ട് പോവുകയാണ് കേട്ടോ. സോ വെൽക്കം ടു അൽഷസാം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആൻഡ് ഐ എം ഗോയിങ് ടു ചൈന. 3:50 ഫ്ലൈറ്റ്, എമിറേറ്റ്സിലാണ് പോണത്. സോ നോ ഐഡിയ. എക്കണോമിയാണ്, ബിസിനസ് ക്ലാസ്സിലൊക്കെ ഭയങ്കര വിലയാണ്. എന്തായാലും എൻ്റെ ആദ്യത്തെ 8.5 മണിക്കൂർ ഉള്ള ഫ്ലൈറ്റാണ്. എന്തിനാണെങ്കിലും നമുക്ക് നോക്കാടെ. ടിക്കറ്റും കാപ്പൊക്കെ എടുത്ത് കയറട്ട് ഗൈസ്. അങ്ങനെ ഞാൻ 8.5 മണിക്കൂർ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ കാശ് നോക്കിയില്ല, ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് കേട്ടോ. ഇവിടെ വന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ കുറച്ച് വില കുറയും. അതായത് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന കാശ് ഭയാനകമായിരിക്കും. പക്ഷേ ഇവിടെ വന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോഞ്ച് ആക്സസ് ഒന്നും കിട്ടൂല. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ഞാൻ പറയും കാശ് ഉണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ, അത് ഞാൻ പറയും 8.5 മണിക്കൂർ ഫ്ലൈറ്റ് ആയതുകൊണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ബിസിനസ് ക്ലാസ്സിലോട്ട് തട്ടിയത്. എല്ലാവരിടത്തും ഞാനിത് എടുക്കാൻ പറയൂല, പക്ഷേ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, ജസ്റ്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. എന്തിനാണെങ്കിലും ഇനി നേരെ ഡ്യൂട്ടി ഫ്രീയിലോട്ട്, അതായത് ചെക്കിനും കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീയിലോട്ട് കയറുന്നു. കുറച്ച് നേരം നല്ല രീതിയിൽ പോസ്റ്റാണ്. 3:50 ഫ്ലൈറ്റ്. എന്നിട്ട് ഫ്ലൈറ്റിൽ കയറുന്നു, കിടന്നുറങ്ങുന്നു, ഫുഡ് അടിക്കുന്നു, അതൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും അവിടെ ചൈനയിലെ 3:30 ഞാൻ ചൈന എത്തും. ബീജിങ്ങിലാണ് പോകുന്നത്. സോ സൂപ്പർ എക്സൈറ്റഡ്. ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ T3 ലോബിയിൽ കൂടെ നടക്കുകയാണ്. ഇതാണ് ശരിക്കുമുള്ള ലോബി കേട്ടോ. ഇനിയും കുറേ നടക്കണം. ഏകദേശം 11 മിനിറ്റ് നടക്കണമെന്നാണ് എൻ്റെ ഗേറ്റത്താണ് C40. പിന്നെ അവിടെ ബിസിനസ് ക്ലാസ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ചെക്കിനും മറ്റേ ഇമിഗ്രേഷനൊക്കെയാണ്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ വല്ലപ്പോഴും ഒരു ലൈഫിൽ ഒരിക്കലെങ്കിലും ബിസിനസ് ക്ലാസ്സിൽ കയറണേ. അത് നൈസാണ് എമിറേറ്റ്സിൻ്റെ. അപ്പോൾ എന്തിനാണ് ഞാൻ ആഞ്ഞ് വിട്ട് നടക്കുകയാണ്. അതായത് മുന്നേറ്റ് ഞാൻ ഒന്നും കഴിക്കണില്ല. ഫ്ലൈറ്റിൽ കയറിയിട്ടൊന്ന് ഉറങ്ങിയിട്ട് നോക്കാം എന്തിനാണ് അവസ്ഥയെന്ന്. ഇങ്ങനെ ഉറക്കം വന്നിട്ട് കഴിഞ്ഞാൽ 10:30 കിടന്ന് ഉറങ്ങുന്ന ഒരുത്തനാണല്ലേ. എനിക്കാണെങ്കിൽ ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും ഇരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങും. അതാണ് അവസ്ഥ. എന്തിനാണെങ്കിലും വായി നോക്കി നടക്കുകയാണ്. ഇതാണ് എയർപോർട്ടിൽ നേരത്തെ വന്നുള്ള പ്രശ്നം. ഇവിടെ ഇത് എന്തൊരു ലോകം അവിടെ. ഇത് ഇപ്പോൾ താണ്ട് C എന്ന് പറയുന്ന ഗേറ്റിൻ്റെ അടുത്ത് താണ്ട് ഇത്രയും വലിയൊരു ഡ്യൂട്ടി ഫ്രീ. അപ്പോൾ ബൈ ദ വേ ആ കാണുന്നതാണ് പഴയ ഡ്യൂട്ടി ഫ്രീയുടെ ലോഗോ. എനിക്കാണ് ഇപ്പോഴും ലോഗോ തന്നെ ആയിരിക്കും. ഇതൊരു മെഗാ ഇത് തന്നെയാണ് ടെർമിനൽ T3. ഇടയിൽ എത്തു സുഖമാണ്. ബിസിനസ് ക്ലാസ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഈ വാക്ക് വേ ഷടപടിയെന്ന് കയറാം. ഒരു രക്ഷയില്ല കേട്ടോ. ഈ സാധനത്തിൻ്റെ ഒരു സുഖം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലേ പോവുള്ളൂ. ഇത് നല്ലൊരു പരിപാടിയല്ല, ഹാനികരമാണ് കാശ്. എന്തിനാണെങ്കിലും ഞാൻ കയറാൻ പോകണം. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. മിക്കവാറും കയറിയിട്ട് ഞാൻ അപ്പം തന്നെ കിടന്ന് ഉറങ്ങും. ഇവിടെ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതാണ് ബിസിനസ് ക്ലാസ് കേട്ടോ. എൻ്റെ മോനെ നോക്കിയാണ് ലെഗ് സ്പേസ് ഒക്കെ. പൊളി കൊള്ളാം. ഞാൻ എന്തായാലും കിടന്നുറങ്ങി ചൈനയിൽ എത്തിയിട്ട് നമുക്കിനി കാണാം. ബൈ. ഹലോ ഗൈസ്, എടേ ഒന്നും പറയാനിടേ. 8 മണിക്കൂർ ഫ്ലൈറ്റ് ഞാൻ 5.5 മണിക്കൂർ സുഖമായിട്ട് കിടന്നുറങ്ങി. ലെഗ് സ്പേസ് നമുക്ക് ബെഡ് പോലെ ആക്കി കിടന്നങ്ങ് ഉറങ്ങാം. ഗീഡിലും ഫുഡ് ഒന്നും പറയണ്ട. ഒരു വേറെ ലെവൽ ഫീലിങ്ങും എക്സ്പീരിയൻസും ആയിരുന്നു. അങ്ങനെ എന്തായാലും ചൈന എത്തിയിരിക്കുകയാണ്. അതായത് ചൈനയുടെ ക്യാപിറ്റലായ ബീജിങ്ങിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇനി നേരെ ഒരു ഫിംഗർ പ്രിൻറ്റ് പരിപാടിയുണ്ട്. അതും കഴിഞ്ഞിട്ട് മറ്റേ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെ ഇമിഗ്രേഷൻ മറ്റേ പേപ്പർ ഉണ്ടല്ലോ, അതും കൊണ്ട് മറ്റവിടെ പോകണം. എന്നിട്ട് ഇൻവിറ്റേഷൻ കാണിക്കണം. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്നു. പുറത്ത് നമുക്ക് വേണ്ടി ഷൗമിയിൽ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ എനിവേസ് അങ്ങോട്ട് പോയി. ഞാൻ ആദ്യം ഒന്ന് മുള്ളത്ത്. വേറെ ലെവലായിരുന്നു ബിസിനസ് ക്ലാസ് എന്ന് പറയണത്. ഒന്നും പറയാനില്ല, വാടിപ്പൊളി ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഒരുപാട് പൊട്ടും. ചൈനീസ് എയർപോർട്ട് കണ്ടോ ഗൈസ്. ബീജിങ് എയർപോർട്ടാണ്. അടിപൊളിയുടെ നല്ല രസമുണ്ട്. നല്ല സീലിംഗ് കാര്യം അടിപൊളി. ഞാൻ മൂത്രമൊക്കെ വെച്ച് ഇനി നേരെ നമ്മൾ പോകുന്നു ഫിംഗർ പ്രിൻ്റ് കൊടുക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പെട്ടിയെടുത്ത് ഒരൊറ്റ ഓട്ടം. ഹിൽട്ടൺ ബീജിങ്ങിലാണ് നമ്മൾ ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നത്. പിന്നെ ഷൗമിയുടെ കാറ് പല അവരെ പുതിയ എത്രയോ വർഷത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് ഒരു പുതിയ കാറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ്. ആൾക്കാരൊക്കെ എന്നെ ബിയർഡായിട്ട് നോക്കുന്നു. ബിക്കോസ് ഇവരൊക്കെ ഉള്ളവർക്ക് ബ്ലോഗേഴ്സ് പുച്ഛമായിരിക്കും. ബിക്കോസ് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തിനാണെങ്കിലും നമ്മൾ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. വളരെ സിമ്പിളായിരുന്നു. നേരെ പോയി നമ്മൾ ഇൻവിറ്റേഷൻ കാണിക്കണം. പിന്നെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കും. സ്വാപ്പ് ടെസ്റ്റ് ചെയ്യും കേട്ടോ. എനിക്കത് കൊറോണയ്ക്ക് വേണ്ടിയിട്ട് എനിക്കറിയില്ല. എന്നാലും നമ്മുടെ തുപ്പലെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് പെട്ടിയും കിട്ടി. ഞാൻ തിരിച്ചെത്തി.
ഞാൻ ഇവിടെ എത്തി. ഇനിയിപ്പം നമ്മുടെ സന്ദീപും പ്രതീക്കും രണ്ടുപേരും വരുന്നതായിരിക്കും. അവരെവിടെ വിസിറ്റർ എന്നൊക്കെ പറയണേ, എനിക്കറിയാം കേട്ടോ എവിടെയാണെന്ന്. എന്നിട്ടാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യണേ. ഇത് കഴിഞ്ഞ് നേരെ പോവുക, ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ലബൂബ് നോക്കാൻ പോകണം ഇവിടെ എവിടെയെങ്കിലും കിട്ടുമെന്ന്. ഇനി ഫ്ലെക്സി ഗൈസ് അങ്ങനെ എല്ലാവരും വന്നെത്തി. ഇനി നമ്മൾ ബസ്സിലോ കാറിലോ ഓട്ടോയിലോ ഒക്കെ കയറി പോകും. അതാണ് സന്ദീപ് കേട്ടോ, നല്ലൊരു മലയാളിയാണ്. നമ്മുടെ ഷൗമിര വലിയ എന്തോ പരിപാടിയാണ് കേട്ടോ, VP ഇൻ മാർക്കറ്റിംഗ് അങ്ങനെ എന്തോ ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് നേരെ ഹിൽട്ടണിലോട്ട് പോകുന്നു. ചൈന കണ്ടു തുടങ്ങിയതേ ഉള്ളൂ. വളരെ മനോഹരമാണ് ചൈന വളരെ ഭംഗിയുള്ള ചൈനയാണ്. എന്തോന്ന് ഇൻഫ്രാസ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നല്ല കേട്ടുള്ള കാര്യം ഞാൻ പറയാം. റോഡ് ടോളൊക്കെ നോക്കിയാണ് അടിപൊളിയാണ്, സൂപ്പർ റോഡ് കാണിച്ചു. ഇതാണ് ചൈനയുടെ സൺസെറ്റ്. 8 മണിയാകുമ്പോഴാണ് സൂര്യ അസ്തമിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം മണി ഏകദേശം 6:30 ഓക്കെ, നമ്മൾ 6:30 ആയപ്പോഴാണ് സൂര്യ അവിടെ നിൽക്കണുള്ളൂ. 8 മണിയാണ് സൂര്യ അസ്തമിക്കുക. പക്ഷെ റോഡൊക്കെ കണ്ടോടെ നല്ല BYD പോകണുണ്ട്. BYD അല്ലല്ല, ഇത് BYD അല്ലേ, ആർക്ക് ഫോക്സ്. ഗൈസ് ഇതാണ് ഹിൽട്ടൺ ബീജിംഗ്. നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നതെന്ന്. ഇന്നല്ല, 4 ദിവസം അല്ല 3 ദിവസം നമ്മളിവിടെ ആയിരിക്കും. സംഭവം ഇവിടെ ഭയങ്കര ഏർലി ഡിന്നർ കഴിക്കുന്ന മനുഷ്യരാണ് കേട്ടോ. പിന്നെ ഇവിടെ വണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ എല്ലാം കിടിലം വണ്ടി. ഇത് ചേച്ചി അവിടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് എന്തോട്ടാ അവിടെ കാണിക്കണം. ഇത് ചേച്ചി അവിടെ റോഡിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കണ്ടേ, റീലെന്തോ എന്തിനാണ് അവസ്ഥ എന്ന് എനിക്കറിയണ്ട. എന്തിനാണെങ്കിലും സുരക്ഷയില്ലട്ടോ, കിടിലം വണ്ടികളും ബഹളവും. എന്തായാലും നമ്മൾ നേരെ ഇതിൻ്റെ അകത്ത് കയറി ഫ്രഷൻ ചെയ്തിട്ട് നമ്മൾ ഡിന്നറിന് പോകാൻ പോവുകയാണ്. ഗൈസ് ഇതാണ് ഹിൽട്ടൻ്റെ ലോബി, കൊള്ളാം. ഇനി പോയി ചെക്ക് ഇൻ ചെയ്യട്ടെ. ഓക്കെ ഗൈസ് അങ്ങനെ എൻ്റെ റൂമിൽ ഞാൻ എത്തിയിരിക്കുന്നു. 7:32 ഒരു ലുട്ടാപ്പി റൂമാണ്. നല്ല രസമാണ്, നല്ല കോസി ആയിട്ടുള്ള റൂമാണ്, നല്ല ചെറിയ റൂമാണ്. ഇനി ഒന്ന് ഫ്രഷനപ്പ് ആവണം. ഫ്രഷനപ്പ് ആയതിനു ശേഷം പിന്നെ ഡിന്നർ കഴിക്കാൻ നമ്മൾ പോവുകയാണ്. ഓക്കെ, നല്ല ചെറിയൊരു മിനി ഫ്രിഡ്ജ്, ഒരു ചെറിയ TV, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ. ഇതാണ് വ്യൂ. നല്ല താരട്ടെ. ഓ പേടിച്ചു കേട്ടെ, പട്ടാളോടെ. ഇതാണ് എൻ്റെ റൂമിൽ നിന്നിട്ടുള്ള വ്യൂ. ഭയങ്കര വ്യൂ ഒന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത്. അത് ഷാറുഖ് ഖാനാടേ, ചൈനയിലെ. ആരെങ്കിലൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ. ഇതാണ് എൻ്റെ റൂം. ഇതിൻ്റെ എന്തൊരു ബെഡ്, എൻ്റെ ലാമ്പ്. ഇത് എവിടെയാണ് കാക്കൂസ് പറഞ്ഞേ? ഒരേ വാ വാട്ട് എ ഫെന്റാസ്റ്റിക് ബോംബാസ്റ്റിക് നൈസ് കാക്കൂസ്. കൊള്ളാം കേട്ടാ, നല്ല A ക്ലാസ് റൂം. അപ്പം എന്തായാലും ഒന്ന് ഫ്രഷനപ്പ് ആയതിനു ശേഷം ഇതായത് കുട്ടിയാനാ ചെമ്പരത്തി പോക്ക് വെച്ചിട്ടുണ്ടല്ലോ കൊച്ചി കള്ളൻ. എന്തായാലും കൊള്ളാം സംഭവം. ഞാൻ ഇപ്പോൾ ബോസിൻ്റെ എന്തൊക്കെയോ സാധനം ഇരിക്കുന്നു. ബോസിൻ്റെ എന്താണത്, FM ബോസാടേ, എന്തോന്നത് മ്യൂട്ട് FM CD പ്ലെയറാ. കൊള്ളാടേ. അപ്പം എന്തായാലും ഞാൻ ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ ഫ്രഷനപ്പ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡിന്നർ കഴിക്കാൻ പോകാനായിട്ട്. എവിടെ പോയാണോ എന്തോ കഴിക്കണത്. എന്തിനാണെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ട്. ഇവിടെ വാട്സാപ്പ് വർക്ക് ചെയ്യൂല, ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്യൂല, യൂട്യൂബ് വർക്ക് ചെയ്യൂല, അങ്ങനത്തെ പരിപാടിയൊന്നും വർക്ക് ചെയ്യൂല. കയ്യിൽ VPN ഉണ്ടെങ്കിൽ അതങ്ങ് ഇടുക. എന്നാൽ ചില VPNs ഒന്നും വർക്കും ചെയ്യില്ല. അടിപൊളിയാണ്. ബോട്ടിം എന്ന് പറയുന്ന ആപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരെയൊക്കെ സംസാരിക്കാം. വാട്സാപ്പും അങ്ങനത്തെ പരിപാടിയൊന്നും ഈ ഒരു രാജ്യത്ത് വർക്ക് ചെയ്യില്ല. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പം എന്തായാലും താഴെ പോയി ഇരിക്കാൻ പോകണ്ടേ. നല്ലൊരു ചായ കിട്ടിയിരുന്നെങ്കിൽ, എനിക്കാണെങ്കിൽ നല്ലൊരു ചായ കിട്ടിയാൽ ഒന്ന് എനർജി വന്നേനെ. ഈ കാണുന്നതാണ് ബീജിംഗ് റെയിൽ ട്രാൻസിറ്റ് ലൈൻസ്. അതായത് ഇത് ഇവിടുത്തെ മെട്രോ ആവാനാണ് സാധ്യത. ഇത്രയും സ്റ്റേഷനാണ്. പക്ഷേ എൻ്റെ അമ്മച്ചി എന്തായാലും റെഡി ആയിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഇനി അവർ വരുന്നു. ഞാൻ ഈ വിശന്നിട്ട് വയ്യായിരുന്നു. മറ്റേ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചതിന് ശേഷം വേറെ ഒന്നും കഴിച്ചില്ല. ഇവിടെ താഴെ ഒരു ചായക്കട കണ്ടായിരുന്നു. അവിടെ വന്ന് ചോദിച്ചപ്പോൾ 8 മണി തൊട്ട് 8 മണി വരെ ഇവിടെ ഉള്ളൂ എന്ന്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കോമഡി കേൾക്കുന്നത്. ഒരു ഹോട്ടലിൻ്റെ അകത്തുള്ളൊരു കഫേ 8 മണി തൊട്ട് 8 മണി വരെ ഉള്ളൂ.
എന്തിനാണെങ്കിലും ഒരു ചായ കുടിക്കുക എന്നുള്ളൊരു അതിമോഹത്തിൽ വന്നതാണ്, അത് പോയി. ഇപ്പം അവിടെ കഴിക്കാൻ പോകുന്നിടത്ത് എന്തെങ്കിലും ചെയ്യാം. ഒരു കട്ട കോമഡി ഉണ്ട്. അത് പ്ലേ ബട്ടൺ അല്ലേ? പ്ലേ ബട്ടൺ മാതിരി ഏത് ഇവിടെ എല്ലാത്തിൻ്റെയും കോപ്പി ഉണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. പ്ലേ ബട്ടൻ്റെ കോപ്പി സൂപ്പർ. നമ്മൾ ജിങ്സാങ് സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനാണ് വന്നത്. ചൈനയിൽ വന്നിട്ട് ഇറ്റാലിയൻ കഴിക്കുന്ന നമ്മൾ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല മനോഹരമായ ഒരു 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 സായാഹ്ന സന്ധ്യ. ഐ ലൈക്ക് ഇറ്റ്. അതെ, നമ്മളിതാ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ബോത്തിങ്ക. ഓക്കേടാ, സെറ്റ്. അപ്പം ഞാൻ ബോത്തിങ്ക കയറി ഇറ്റാലിയൻ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. ഇറ്റാലിയൻ ഫുഡ് കഴിക്കണമെന്ന് നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ കഴിക്കാത്ത സാധനമൊന്നുമല്ല. പിസ്സയൊക്കെ വന്നിരിക്കുകയാണ്. 1, 2, 5 പിസ്സയാണ് കേട്ടോ പറഞ്ഞിരിക്കണത്. സലാഡ്, പിന്നെ മറ്റേ സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈസ്. ഇനിയെല്ലാം ഇതൊക്കെ അടിച്ചിട്ട് ഞാൻ വരാം കേട്ടോ. പിസ്സയൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയല്ല, ചൈനയിലുള്ള പിസ്സ. ഗൈസ്, അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. പിസ്സ തിന്ന് മരിച്ചടേ. അയ്യോ, ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പോകണം കേട്ടോ. നാളെ കുറേ വലിയ പരിപാടിയുണ്ട്. ആ നാളത്തെ പരിപാടികളൊക്കെ ഷൗമിയുടെ സ്റ്റോർ വിസിറ്റ്, ഫാക്ടറി വിസിറ്റ്, അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. അതൊക്കെ നമ്മുടെ കോൾമി ഷസാം മൈൻസിലേക്ക് വരുന്ന അൽഷസാമിലായിരിക്കുമല്ലോ. വെൽക്കം ടു അൽഷസാം. നിങ്ങൾ ഈ കാണുന്നതാണ് ഷൗമിയുടെ കാറ്. ഇതാണ് അവരെ ഏറ്റവും ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് കാറ്, അതായത് SU7 അൾട്ര. പക്ഷേ അവരൊരു SUV ഇറങ്ങിയിട്ടുണ്ട്, അതിനായിട്ട് വന്നിട്ടില്ല. അത് ഇന്നലെ എന്തോ ലോഞ്ച് ആയിട്ടുള്ളൂ. ഏകദേശം ലോഞ്ച് ആയപ്പോൾ തന്നെ 2,80,000 ആൾക്കാർ ഓൾറെഡി മേടിച്ച്, പ്രീ ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടേക്കാണ്. ഇതാണ് ഷോറൂം കേട്ടോ. മീ ഹോം എന്ന് പറയുന്ന അവരെ ചൈനീസിലെ ചൈനയിലെ എവിടെയുടെ മോൾ ഓഫ് ഓറിയൻ്റൽ പ്ലാസ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മീ ഹോമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഷൗമിയുടെ സകല സാധനങ്ങളുണ്ട്. കാറുണ്ട്, ഫോണുണ്ട്, ടാബുണ്ട്, പിന്നെന്തിനുണ്ട്, സ്പീക്കറുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്, AC ഉണ്ട്, സകല സാധനങ്ങളുണ്ട്. ഫാന്, മറ്റത് മഗ്, മൂക്ക് തോണ്ടണ സാധനം, ട്രിം ചെയ്യണ സാധനം തൊട്ട് സകല ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വന്ന് ചറപറ മേടിക്കാം. മൈക്ക്, ടീഷർട്ട്, ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് എൻ്റെ മറ്റേ അൽഷസാമിന് കോൾമി ഷസാം ചാനലിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽ പരിപാടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങോട്ട് അത് പോയി കാണാം. നമ്മളിപ്പോൾ ഒരു എന്ന് പറഞ്ഞൊരു കടയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉള്ള പ്രതീക് ഭായി പറഞ്ഞേക്കുന്ന കിട്ടുന്ന സാധനമാണെന്നാണ് കേട്ടോ. ഇവിടുത്തെ ഫ്രൂട്ട് ടീ ഉണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതായത് ചായയിൽ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ടുള്ളൊരു പരിപാടി. പല ഫ്ലേവേഴ്സ് ഉണ്ട്. അത് മാംഗോ ആണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. കിട്ടുന്ന സാധനം കാണിച്ചു തരാം. ഇരിക്കുന്നതാണ് ഐറ്റം. കൊള്ളാം കേട്ടോ. ഗൈസ്, ഒരു 15-20 മിനിറ്റായി നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതാണ് സാധനം കേട്ടോ. ഇത് ചായയും മാംഗോയും ആണ്. നല്ല തിക്ക് കൺസിസ്റ്റൻസി കേട്ടോ. അത് ഇവിടെ ഒറിജിനൽ മാംഗോയും ഉണ്ട്. ഐ തിങ്ക് ഷുഡ് ബി ഗുഡ്. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ക്വാളിറ്റി പാക്കേജിങ് ആണ്. അത് ചായ കേട്ടോ, ചായ. ഫസ്റ്റ് സിപ്പ്. അടിപൊളി. പ്രതീക്, good. Well, thank you. You like it? Thank you. Look at it and this. Oh, must try. അങ്ങനെ അടിപൊളി ജ്യൂസ് കുടിച്ച് മിക്കവാറും നാളെ തൊണ്ടവേദന വന്ന് മരിക്കും കേട്ടോ. ഞാൻ ഉറപ്പായിട്ടും. എന്താണെങ്കിലും അടിപൊളി ജ്യൂസായിരുന്നു കേട്ടോ. ജ്യൂസല്ല, ചായ വിത്ത് ഫ്രൂട്ട്സ്. ഇറ്റ് വാസ് വെരി നൈസ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുക. നമ്മളിനി നേരെ വൈദ്യുതി ഇതാണ് കേട്ടോ ഷൗമിയുടെ ക്യാമ്പസ്. കണ്ടില്ല എന്ന് പറയരുത്. ദുബായ് പീപ്പിൾ, ദിസ് ഈസ് ഷൗമീസ് ക്യാമ്പസ്. ആൻഡ് ഇനി നമ്മളിവിടെ നേരെ ഹോട്ടലിൽ പോകുന്നു. ഹോട്ടലിൽ പോയതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ പോകുന്നു ഗൈസ്. അങ്ങനെ രാത്രി നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് എവിടെയെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കില്ല. എനിക്ക് എന്നാണ് ഇബറിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ മറ്റേ എന്തെങ്കിലും ലബൂബ് മേടിക്കാമെന്ന് വിചാരിച്ച് ഇന്നേണ്ട അത് നടക്കുമെന്ന് തോന്നണല്ലേ. നാളെ ഒരു ദിവസവും കൂടെ കിട്ടും. ഐ ഡോണ്ട് നോ മാൻ. എന്തായാലും നമ്മൾ ഇത് ഒരുമാതിരി നല്ല രസമുണ്ട്. ഒരുപാട് ഒരുമാതിരി
ഫുഡ് കോർട്ട് പോലെ ഒരുപാട് ഫുഡുകൾ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. നല്ല വണ്ടികളൊക്കെ നോക്കിയാണ് പോർഷെ, കാഡിലാക്ക്, ഓഡി, ബെൻസ്. നൈസ്, നല്ലൊരു സ്ഥലം. ചൈന എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് ചൈന, നല്ല ചൈന. ഞാൻ അധികം ഒന്നും കാണാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല. എന്തിനാണെങ്കിലും ഇതാണ് സ്ഥലം കേട്ടോ. കണ്ട ഇങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതാണ് നല്ല ബാർ അന്തരീക്ഷം. ഇതാണ് നമ്മുടെ വ്യൂ കേട്ടോ. വി ഹാവ് എ റിയലി ബ്യൂട്ടിഫുൾ വ്യൂ. ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. അങ്ങനെ നമ്മൾ ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡക്ക് സ്പ്രിംഗ് റോൾ, ഫ്രൂട്ട് യോഗട്ട്, അപ്പറ്റൈസേഴ്സ്, കോൺ ഓൺ കോബ് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ ഷവോമിയുടെ കാറ് വഴിയിൽ കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് ചൈനയിൽ വന്നിട്ട് എനിക്ക് രണ്ടാമത്തെ കാറാണ് ഞാൻ റോഡിൽ കാണുന്നത് കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ചൈനയിലെ ബ്രിഗേഡ് റോഡിൽ എത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് വെയർ യു ക്യാൻ ഷോപ്പ് സ്റ്റഫ്, ഇഫ് ഐ എം നോട്ട് റോങ്. ഞാൻ എന്തായാലും വന്നത് ലബൂബ് മേടിക്കാനാണ്. ആ സാധനം കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഉള്ള ചേച്ചി എന്നെ പറഞ്ഞ്, ഇവിടെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യണ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. പുള്ളിക്കാരി എന്നെ പറഞ്ഞ് ആ സാധനം കിട്ടാനും ഇല്ല, അത് കിട്ടത്തുമില്ല എന്ന്. അപ്പോൾ പിന്നെ സന്തോഷമായി. ചൈനയെ വന്നിട്ട് പോലും ലബൂബ് മേടിക്കാനുള്ള അവസ്ഥയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഗതികേട്. ആൻഡ സ്നീക്കർ വേഴ്സ്. വി ഹാവ് സം റിയലി നൈസ് സ്നീക്കേഴ്സ് ഹിയർ. ബട്ട് ലെറ്റ്സ് ജസ്റ്റ് എക്സ്പ്ലോർ ചൈന. ലൂയി വിറ്റോണൊക്കെ റോഡ് സൈഡിൽ കട ഇട്ടേക്കണ്ടേ. പക്ഷെ എനിക്ക് വയ്യ. ലൂയി വിറ്റോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആപ്പിളിൻ്റെ ഷോറൂം. ആൻഡ് ദിസ് ഈസ് വൺ ഹെൽ ഓഫ് എ ബിഗ് ഷോറൂം. ഇതാണ് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് പോലത്തെ ഒരു സ്ഥലം. ഇവിടെ എന്തുവാണ് അത്? ചൈന ഈസ് നെക്സ്റ്റ് ലെവൽ. പോപ്പ് മാർട്ട് കിട്ടുമോ ഇല്ലയെന്ന് നോക്കിയിട്ട് വരാം കേട്ടാ. നോ ഐഡിയ. ഞാൻ ഇങ്ങനെ വിഷമിച്ച് കിടക്കുകയായിരുന്നു. ചൈനയിൽ വന്നിട്ട് വായി നോക്കാനായിട്ടുള്ളൊരു സ്ഥലമില്ലേ? എവിടെ പെൺകുട്ടികൾ എവിടെ? ഇപ്പോഴാണ് മനസ്സിലായത് എവിടെയാണ് വരേണ്ടത് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാവേ. ഒരു രക്ഷയില്ല. മൊത്തം അനിമെ ഡ്രസ്സിങ്ങിലൊക്കെയാണ് പിള്ളേർ നടക്കുന്നത്. വേറെ ലെവല് ഒന്നും പറയാനില്ല കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട്. ഇതിൻ്റെ താഴെ കടകളുണ്ട്, മുകളിൽ കടകളുണ്ട്. റോക്ക് ഫാൻസിനുള്ള കടയാണ്. യു ഗെറ്റ് നൈസ് എന്താ പറയുക, മറ്റേ ഭയങ്കര ലൗഡായിട്ടുള്ള ബ്രേസ്ലെറ്റ്സും മാലയൊക്കെ അവിടെ കിട്ടും. അപ്പോൾ ആ കട നമുക്ക് പോയി നോക്കാം. ന്യൂ ബാലൻസ്. ഒരു രക്ഷയില്ലടാ. യുനോ മോളാടാ ഇത്. ഉള്ള കട എന്തിനാലും ലബൂബ് നടക്കും തോന്നണ്ടേ. പോപ്പ് മാർട്ടിലോട്ട് നമ്മൾ പോകണുണ്ട്, ബട്ട് അവർ പറഞ്ഞാൽ കിട്ടൂലെന്ന്. ഗൈസ്, ഒരു കിടിലം കട കിട്ടിയിട്ടുണ്ട്. കുണ്ണ. ഇവിടെ കണ്ണാടി കിട്ടും കേട്ടോ. ഇവിടെ ഒരുപാട് കിടിലം ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും കാണാത്ത പോപ്പ് മാർട്ട് വന്നിരിക്കുകയാണ്. ദാണ്ടെ എൻ്റെ ദൈവമേ, പോപ്പ് മാർട്ടിൽ അടിയുണ്ടോ ഇരിക്കുന്നത്. ലക്ഷക്കണക്കിന് വില വരുന്ന ലബൂബു. അതിന് എന്തോ 1 ലക്ഷം രൂപ എന്തോ ആണ് അതിന്റെ വില വലുത്. ഇതാണ് പോപ്പ് മാർട്ട്. അതിന്റെ ജനത്തിന്റെ തിരക്കൊക്കെയാണ് മോനെ. പല ടൈപ്പ് ലബൂബൂസ് അവൈലബിൾ. ലബൂബു തെലങ്കാന, ലബൂബു ഗ്ലാസ്. ഇതെന്തിനാണ്? ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനം, ഈ ഐറ്റം. ആയിക്കോട്ടെ, ഇത് മാത്രം എന്തോ ഉള്ളൂ തോന്നുന്നു കേട്ടോ. ഇപ്പൊ വേറൊന്നും ഇല്ല. ഇത് എൻ്റെ കയ്യിലുണ്ട് വീട്ടിൽ ഈ സെയിം സാധനം ഇഷ്ടം പോലെ. ഇതൊക്കെയാണ് ഐറ്റം. അതോ ഇരിക്കണം കഥാനായക ഇല്ല കേട്ടാ. വേറെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇത് കണ്ടാടേ, മറ്റേ ഈ സിനിമ അതിന്റെ പോപ്പ് മാർട്ട് ഉണ്ട്. സ്പൈഡർമാന്റെ പോപ്പ് മാർട്ട്. എന്റെ പൊന്നളിയ ആർക്കെയിന്റെ പോപ്പ് മാർട്ട്. ദാറ്റ് ഈസ് കൂൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജട്ടി കീറും കേട്ടോ. എന്റെ മിക്കവാറും ഇത് കുറെ കാശ് കീറും ഉറപ്പ്. പല ടൈപ്പ് വെറൈറ്റി സാധനങ്ങൾ. ഇത് മാത്രം ഉണ്ട് ഇപ്പൊ ഇവിടെ മേടിക്കാനായിട്ട്. പിന്നെ സ്വിച്ച് ഉണ്ട്. നോ ലബൂബോ. സമാധാനമായല്ലോ. ലബൂബ് ഇല്ലടേ, ബാക്കിയുള്ള എല്ലാം ഉണ്ട്. സോൾഡ് ഔട്ട്. ചൈനയെ പോലും ഇല്ല. താങ്ക് യു. സമാധാനം. ശരി എന്നാ, ബൈ ബൈ. ഗൈസ്, ഈ കട ഒന്ന് നോക്കിയാണ്. ഈ കടയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലബൂബ് കിട്ടുമെന്ന്? അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അമ്മച്ചി, ജനപ്രളയം. ഞാൻ പോണ്. ഐ എം ഗോയിങ്. ബൈ ഗൈസ്. ചൈനയിലെ ROG സ്ട്രിക്സിന്റെ ഷോറൂമാണ്. നമ്മുടെ ലാപ്ടോപ്പിനെ ടയർ ഡൗൺ ചെയ്ത് വെച്ചേക്കുകയാണ്. ബൈ ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. മദർ ബോർഡ്, CPU എല്ലാം ടയർ ഡൗൺ ചെയ്തിട്ട് ബാറ്ററി, USB-യുടേത്, ഫാന്, കീബോർഡ്, ചാസി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തുവാടാ ഇത്? ദിസ് ഈസ് ലൈക്ക് ദ മോസ്റ്റ് പെർഫെക്റ്റ് ഫ്രെയിം എവർ. ആൻഡ് ഇവിടെ വരുമ്പം വി ഹാവ്
പല ടൈപ്പ് ഓഫ് ഇത് കണ്ട ഗണ്ടമിൻ്റെ മാക്സിമസ് എക്സ്ട്രീം ഗണ്ടം. ഓ എൻ്റെ പൊന്ന അളിയ എന്തുവാണോ ഇത്. 3090 സ്പെഷ്യൽ എഡീഷനാണ്. പിന്നെ മോളിൽ അഗെയിൻ ഗണ്ടമിൻ്റെ സ്പെഷ്യൽ എഡീഷൻ RTX 3090. ഇത് 4090 സ്പെഷ്യൽ എഡീഷൻ. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ വരുമ്പോൾ വി ഹാവ് സം റിയലി കൂൾ കീബോർഡ്. എടാ ROGക്ക് ഇത്രയും കിടിലൻ കീബോർഡുകൾ ഉണ്ടായിരുന്നാടേ. ഇവിടെ ഇത് കണ്ടാടേ എൻ്റെ അമ്മച്ചി, ഫുൾ മെറ്റാലിക് പരിപാടി കിടിലാണ് കേട്ടോ. അത് അവരെ റൗട്ടർ, ഈ ഒരു ഗെയിമിങ് സെറ്റപ്പ് കണ്ടാടേ. എന്തുവാണടേ ഇതൊക്കെ. എൻ്റെ തല കറങ്ങണം ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കിയാണ് എൻ്റെ അമ്മ, അത് കണ്ട ROGയുടെ ആ ഐറ്റം. ഓ ദാറ്റ് ഈസ് സോ കൂൾ. ഒരു രക്ഷയില്ല. അതാണ് അവരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റേ ഗെയിമർ PC സൈബർ പങ്കിൻ്റെ ജാക്കറ്റ്. എന്തുവാണ് ഇത്, തൊപ്പി ഉണ്ടത്. എൻ്റെ അമ്മച്ചി, ഇത് കണ്ട പാൻറ് ഷർട്ട് കീറി പറഞ്ഞിരിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നല്ല കത്തിയാണിത്. ദിസ് ഈസ് റിയലി കൂൾ. എന്തായാലും ഇവിടെ കുറെ കിട്ടില്ല ടീഷർട്ടൊക്കെ കിട്ടുന്ന കടയുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഉള്ളൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ടീഷർട്ട് ഇറങ്ങുന്നത്. നമുക്കൊന്നുമില്ല. അത്യാവശ്യം സൈസും പൊക്കമൊക്കെ ഉള്ളവന്മാർ മൂഞ്ചിക്കോ ഗോ ടു ഹെൽ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞ കാര്യമില്ല. എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോക്കട്ടെ. പക്ഷെ കിട്ടില്ല ടീഷർട്ട്. സോയാ പിന്നെ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട ആൾക്കാർ എന്നെ ഇവൻ ആരടാ എന്നുള്ളൊരു നോട്ടം ഉണ്ടല്ലോ, അത് നോക്കണമുണ്ട്. എനിക്കത് ഇഷ്ടമല്ല. കാർത്തിയൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ സാഹചര്യങ്ങളിൽ അവൻ വളരെ ധൈര്യപൂർവ്വം നേരിടും. എനിക്ക് ഞാനൊരു പ്രൊഫഷണൽ ബ്ലോഗർ അല്ലാത്തത് കൊണ്ട് അത് കൊള്ളാല്ല. പഴയ TV നോക്കിയാണ്, പഴയ മറ്റേ TVനെ CCTVയിൽ ഇതാക്കി വെച്ചേക്കുന്നത്. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കണം, അതിൽ വരുന്നുണ്ട്. ഇതുകൊണ്ട് മുകളിൽ 2 ക്യാമറ ഇരിക്കുന്നുണ്ട്. ആൻഡ് ചൈന ഈസ് നെക്സ്റ്റ് ലെവൽ, ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലേഡീസിനെ കാണണമെങ്കിൽ ഈ സ്ഥലത്തോട്ട് വരിക. കിഡില്ല മോള്, ബായ് നോക്കി മരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ യാ, സന്ദീപും ടീമും അവിടെ അപ്പുറത്ത് ഉണ്ട്. എനിവേസ് ലെറ്റ് മീ ജസ്റ്റ് വൈ നോക്കൽ ദിസ് സ്മാൾ ബൈ. എടാ ഈ ഷൗമിയുടെ ഈ മോണിറ്റർ ഉണ്ടോ, റെഡ്മിയുടെ ഈ മോണിറ്റർ ഗെയിമിംഗ് മോണിറ്ററാണ്. നമ്മളെ നാട്ടിലെ 32,000 രൂപയുള്ളൂ. 27 ഇഞ്ചിൻ്റെ മിനി LED വരണ ഡിസ്പ്ലേ ഉള്ള കിടില മോണിറ്റർ. 165 ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്. നമുക്ക് ഈ 32,000 രൂപയ്ക്ക് കിട്ടുന്നത് ഒരു LCD ഡിസ്പ്ലേ ആണ്. എടാ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിലോട്ട് ഡയറക്റ്റ് പോയാൽ ഞാൻ ഇത് മേടിച്ചാണ്. കിടില മോണിറ്റർ. എനിക്കറിയാമല്ലാതെ വേറൊന്നും ചെയ്യാല്ലടേ. അതേപോലെ ഞാൻ ഷൗമിയുടെ പുതിയ ഓപ്പൺ ഇയറിൻ്റെ സാധനം എടുത്തു കേട്ടോ. LHDCയുടെ കോഡൊക്കെ ഉണ്ട്. ലുക്സ് കൈൻഡ് ഓഫ് റിയലി കൂൾ. പിന്നെ ഹാർമൻ ഓഡിയോ ആണ് വരുന്നത്. ഹാർമൻ ട്യൂൺഡ് ആണ്. സോ ഇത് ഞാൻ നോക്കിയില്ല, ഇത് പുതിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ടൊക്കെ ഉള്ള. പിന്നെ അവർ ഇതെനിക്ക് ഫ്രീ ആയിട്ട് തന്നു, ഇതിനുള്ള കേസ്. പിന്നെ അതാണ്ട് ഇത് കണ്ടോ, സ്മാർട്ട് വെയിങ് സ്കെയിൽ. ഇത് കൊള്ളാം കേട്ടാടേ. അതിൽ നമ്മുടെ ബോഡി മാസ് മറ്റത് മറിച്ചത് എല്ലാം വരും. ഇതൊരു സ്മാർട്ട് വെയിങ് സ്കെയിലാണ്. സോ ഐ ആം ടേക്കിംഗ് ദിസ് ഓൾസോ. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. സോ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഉലാത്തുകയാണ്. F1 മൂവി ഞാൻ കണ്ടില്ല, നിങ്ങളെല്ലാവരും കണ്ടെന്ന് എനിക്ക് വിചാരിക്കുന്നു. മേ ബി നാളെ സമയം ഉണ്ടെങ്കിൽ വന്ന് F1 കണ്ടിട്ട് ഞാൻ എന്തായാലും ഉടനെ തന്നെ പോകും. ആൻഡ് ഇതാണ് സിറ്റി സെൻറ്റർ കേട്ടോ ചൈനയിലെ. ആൻഡ് ദിസ് മോൾ, എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ മോള് പൊളിയാണ്. അതായത് ഓരോരോ ബിൽഡിങ് ഓരോരോ ബ്രാൻഡ്. വലിയ ആപ്പിളിൻ്റെ ഷോറൂം, വലിയ ലൂയി വിറ്റോൻ്റെ ഷോറൂം, എല്ലാം വലുതാണ്. കിട്ടില്ല കേട്ടോ, കിട്ടില്ല മോള്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് പ്ലേസ്? സാൻഗ്ലി ടുൻ. സംഗ്ലി ടുൻ എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. ഇത് ബീജിംഗ് സിറ്റി സെന്ററിലാണ്. അപ്പോൾ എന്തിനായാലും ലബൂബ് കിട്ടിയില്ല, അത് പോയി, ഇനി നടക്കൂല, പുല്ല് പോട്ട്. എന്തിനായാലും ഞാൻ എന്തായാലും നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ചൈനയുടെ സെൻട്രലിൽ നിന്നുമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നല്ല ലൈറ്റിംഗ് ആയിരിക്കും കേട്ടോ, നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട്. ഓ എന്തൊരു ജനമില്ലാത്തൊരു സ്ഥലം. ഇതെന്തൊരു ജനമെന്ന്. നല്ല സ്ഥലം. ഞാൻ നല്ല ഡയലോഗ് അടിച്ചത്. ചൈനയിൽ വന്നിട്ട് മനുഷ്യല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു കോമഡി ഉണ്ടോ ഗൈസ്? എന്തിനാണെങ്കിലും നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ഡിന്നർ അടിക്കാനായിട്ടാണ്. നമ്മളെന്താ കഴിക്കാൻ പോകുന്നത്? നമ്മൾ പീക്കിംഗ് ഡക്ക് കഴിക്കാൻ പോകുന്നു ഗൈസ്. ലോകത്തിൽ മരിക്കുന്നതിന് മുന്നേ കഴിക്കേണ്ട ഒരു ഡിഷസിൽ ഒന്ന് പീക്കിംഗ് ഡക്ക്, 2 മസാല ദോശയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പീക്കിംഗ് ഡക്ക് കഴിക്കാൻ പോകുന്നത്. ഇറ്റ്സ് ഹൈലി ഒരു ചൈനീസ് ഡെലിക്കസിയാണ്. ഓ എനിക്ക് വയ്യ, മറ്റേ നാട്ടിലുള്ള ഫുഡ് അടി വിത്ത് പരിപാടിയൊന്നും അല്ല, ഇതൊക്കെ നല്ല ഇന്റർനാഷണൽ ലെവലേ. അത് ഒത്തന്റിക് ചൈനീസ് സ്പീക്കിംഗ് ഡക്കാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. സനിയും കാർത്തിയും കേൾക്കുന്നുണ്ടോ മക്കളെ? ഒരു വഴിയിൽ ഒതുക്കിയിട്ടിരിക്കുന്ന കാർ കണ്ടോ, 911 കറേറ S. എൻ്റെ അമ്മോ,
സിമ്പിളായിട്ട് വഴിയിൽ ഫുട്പാത്തി ഒതുക്കിയിട്ടേക്കും. പക്ഷെ എന്തൊരു രാജ്യം എവിടെയത്? ഇവിടുത്തെ വണ്ടിയുടെ ഗെയിം ഉണ്ടല്ലോ വേറെ ലെവലാണ്. ഹൈ എൻഡ് കാറുകൾ എന്നൊക്കെ പറഞ്ഞാൽ കാറിൽ ബാക്ക് സീറ്റിൽ വയർലെസ് ചാർജിങ്, 2 ഡ്യുവൽ മോണിറ്റർ, പിന്നെ ഫ്രിഡ്ജ്. ഇവിടെ വേറെ ലെവലടേ. ഈ വണ്ടി വെള്ളത്തിൽ പോകും, നേരെ കൊണ്ട് കുളത്തിലോട്ട് കയറി കഴിഞ്ഞു. ദിസ് ഈസ് ആക്ച്വലി ഗുഡ് ഫോർ ഗൂഗിൾ മാപ്പ് പീപ്പിൾ. ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. നേരെ വെള്ളത്തിലോട്ട് പോയാലും കുഴപ്പമില്ല, ആ വഴി അപ്പുറത്ത് കയറി വീട്ടിൽ ചെത്താം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലത്തെ വെറൈറ്റി കാർ. എൻ്റെ ഒരു ബാക്കിൽ പോകണ്ട ബെൻസോ, ആ കാറിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത്. ഫ്രിഡ്ജ്, ബാക്കിൽ വയർലെസ് ചാർജിങ്. പക്ഷേ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം ലാംഗ്വേജ് അറിഞ്ഞുകൂടെങ്കിൽ തെണ്ടും. ഞാൻ ചുമ്മാ പറയണതല്ല, ഷോപ്പിങ്ങിന് തൊട്ട് സകല സാധനത്തിനും പണിയാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്ത് രസകരമായ ഫ്രെയിം ഗൈസ്. നമ്മളൊരു ഒത്തൻറ്റിക് സ്ഥലത്തെത്തി എന്നുള്ളതിനുള്ള ഒരു സംഭവമാണ്. ചൈനീസ് ചട്ടി തുടങ്ങിയ സാധനങ്ങൾ വിത്ത് എന്തോ ഒരു എഴുത്തുകുത്ത്. അപ്പോൾ നമ്മൾ നേരെ പീക്കിംഗ് ഡക്ക് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ ഈറ്റ് ഗൈസ്. നമുക്ക് ആദ്യം തന്നെ നല്ല ഒത്തൻറ്റിക് ഗ്രീൻ ടീ വന്നിരിക്കുകയാണ്. ഗ്രീൻ ടീ, ഓ ജാസ്മിൻ ടീ, പിച്ചിപ്പൂവിൻ്റെ മണം. ഓ നൈസ്. ഓ നൈസ് ഗൈസ്. ഇത് ലാമ്പാണ് കേട്ടോ, ലാമ്പ്. ഇത് റോ ആണോ എന്നൊരു സംശയം. ഈ കാര്യം ആരെങ്കിലും കഴിച്ചതിന് ശേഷം ഞാൻ കഴിക്കാതായിരിക്കും നല്ലത്. നമ്മുടെ സ്റ്റീവ് കഴിക്കാൻ പോകണം. സ്റ്റീവ് ഓ പുള്ളി ഭയങ്കര തമാശക്കാരനെ. ഓ അതേപോലെ ദർ ഇസ് സംതിങ് വെജിറ്റേറിയൻ. ഇത് വെജാണ് കേട്ടോ. ദിസ് തിങ് ഇസ് വെജ്. വെരി ഡിഫറെൻറ്റ്. എൻ്റെ ലൈഫിൽ ആപ്പിളുണ്ട്. ആപ്പിളും വേണേ. ഇതാണ് ലാമ്പ്. കോൾക്കട്ടാണ്. വെരി മീറ്റി, ഭയങ്കര മീറ്റിയാണ് കേട്ടോ. അതായത് ലിറ്ററലി ഒരു ആടിനെ കഴിച്ച ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ബട്ട് അതിൽ മുളക് പൊടിയാ, മല്ലിപ്പൊടിയാണ്, എന്തൊരു ഒരു സാധനമുണ്ട്. അത് നെക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്ലേവർ കയറും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മുളക് പൊടിയും ഉപ്പും. We should eat with that. Very nice. Guys, ഇത് ചിക്കനും വസാബിയും ആണ് കേട്ടോ. ഓ വസാബി ഇത് ബാലൻസ് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ കുക്കുംബറിൻ്റെ കൂടെ കഴിക്കണം കേട്ടോ. ഞാൻ ഇപ്പം കഴിച്ച സാധനം ഇല്ലേ, അതെന്തെന്നറിയാമോ? ഡക്കിൻ്റെ മറ്റേ വെബ് ഫീറ്റ് ഇല്ലേ, അതാണ് ഞാൻ കഴിച്ചത്. ഗൈസ്, ഒരു ചിക്കൻ ഡിഷ് വന്നിട്ടുണ്ട്. ഞാനിത് കഴിച്ചിട്ടേ ഇല്ല. ഇതെല്ലാം ഒത്തൻറ്റിക് ചൈനീസ് ആണ് കേട്ടോ. ചിയേഴ്സ്. Is it fat? No. No, right? Skin, nothing. It's very. It's like a. What a super സാധനം. ഈ സാധനം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഒരു ബീഫ് വന്നിട്ടുണ്ട്. ബീഫ്. ദിസ് ലുക്സ് നൈസ് ഗൈസ്. ബീഫ് വന്നിരിക്കുകയാണ്. അയ്യോ നല്ല കിടില. ഓ വാവ്, രക്ഷയില്ല. സൂപ്പർ ബീഫ്. എൻ്റെ പൊന്നു മക്കളെ, ഇവിടെ ഉണ്ടല്ലോ ഫുഡിൻ്റെ കളിയടേ. നോക്കിയാ, ഇതാണ് പീക്കിംഗ് ഡക്ക്. കാർത്തി ആൻഡ് സനി കണ്ടല്ലോ. ഇതാണ് കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, പുള്ളി ഇങ്ങനെ വെട്ടാണ് കേട്ടോ. അത് ഓരോന്നായിട്ട് എടുത്ത് വിറക്കി ഇങ്ങനെയാണ് പ്ലേറ്റ് ചെയ്യാണ് പുള്ളി. ഓരോന്നായിട്ട് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ വയ്ക്കും. ഇത് നമുക്കതിൽ നിന്ന് ചോപ്സ്റ്റിക്ക് വെച്ച് എടുത്ത് അങ്ങ് തിന്നാം. നെഞ്ചാമൂടൊക്കെ വെട്ടി തോലൊക്കെയാണ് പുള്ളി എല്ലാം ഇങ്ങനെ വെട്ടിയിട്ട് ഇനി അവിടെ കൊണ്ട് സെർവ് ചെയ്യും. അതാണ് ഈ കാണുന്നത്. ഗൈസ്, പീക്കിംഗ് ഡക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് പീക്കിംഗ് ഡക്ക് ഗൈസ്. ഇത് ഇങ്ങനെ താങ്ക് യു. അതാ ഇങ്ങനെ എടുത്തൊരു അടി. എൻ്റെ ലൈഫിലാത്ത പീക്കിംഗ് ഡക്കാണ് കേട്ടോ. Oh my God. Are we supposed to have this with the duck? എൻ്റെ അമ്മ, ഇറ്റ്സ് സോ ഗുഡ്. നമ്മൾ ഒറട്ടിയുടെ കൂടെയാണ് അത് കഴിക്കാനുള്ളത് കേട്ടോ. ആക്ച്വലി ആ ഒറട്ടി ആ അപ്പത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ആ ഡക്ക് ഇങ്ങനെ വെക്കണം. So you take some of everything, some cucumber, some onion. This is cantaloupe, and then get a little bit of the sauce, or a lot of the sauce if you like salty. Which sauce? Soya sauce.
this is not soy sauce. This is just this is a special sauce. It's a special mix. It's a lot of things, and then that's sugar, right? And then put in some duck skin and duck breast. And you eat it. Eat it. Oh, nice. Sauce. Okay. And no meat. ഓ വാവ് അടിപൊളി ഓ അടിപൊളി എന്ന് പറഞ്ഞാൽ ഓ വാവ് ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് അടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി എനിക്ക് അനങ്ങാൻ വയ്യ. ഇനി എന്തെങ്കിലും കഴിച്ചാൽ ഞാൻ വാള് വയ്ക്കും ഇവിടെ. ഫുഡ് കിടിലമായിരുന്നു. ചില സാധനങ്ങളൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ബട്ട് ദ പീക്കിംഗ് ഡക്ക് വാസ് ഫാന്റാസ്റ്റിക്. ബീഫ് വാസ് ഗുഡ്, ലാംബ് വാസ് ഗുഡ്, എവറിത്തിങ് വാസ് ഗുഡ്. ലവ്ഡ് ഇറ്റ്. എന്ന് പറഞ്ഞുകൊണ്ട് അൽഷിസാമിൻ്റെ ഈ ഒരു പരിപാടി തീരാൻ പോവുകയാണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. സോ ദിസ് ഇസ് ദി എൻഡ് ഓഫ് ദ ചൈന വ്ളോഗ്. ഐ തിങ്ക് സോ. യാ, സോ ഇല്ലെങ്കിൽ വേറെ വ്ളോഗ് വരും. അത് നിങ്ങളിഷ്ടം. എന്തായാലും ഞാൻ പോകുന്നു. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.